നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ അതിനോട് തന്നെ തുലനം ആകുമായിരുന്ന ഒന്നാണ് ശബരിമല ക്ഷേത്രം. ആ ശബരിമല ക്ഷേത്രത്തോടനുബന്ധിച്ച് ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിത്തറയാണ് ശബരിമല ക്ഷേത്രവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ആധ്യാത്മിക യാത്രകളും ടൂറിസവും. പക്ഷേ അത് ഇതേപോലെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ യോഗി ആദിത്യനാഥിനെ പോലൊരു മുഖ്യമന്ത്രി, അതേപോലെ അതിന് സമർത്ഥമായ വിധത്തിൽ തന്നെ പിന്തുണ കൊടുക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടവും ചേർന്നപ്പോൾ അവിടെ നടക്കുന്ന ഈ ഉയർച്ച കേരളത്തിൽ എത്രയോ മുമ്പേ സംഭവിക്കേണ്ടതായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിന് പകരം അവിടെ നടക്കുന്ന എന്താ? നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇത് ഈ ദിവസം ഇത് ചർച്ച ചെയ്യുന്നത് ഒരിക്കലും ഞാൻ രാഷ്ട്രീയമല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ നഷ്ടത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിന് പകരം അവിടെ നടക്കുന്നത് കൊടിയ അഴിമതിയും. ഇവിടുത്തെ നമ്മുടെ ശബരിമല ക്ഷേത്രത്തിൽ കൊള്ള വരെ നടക്കുന്നു. അയോധ്യയിൽ അതിന് പകരം ഒരു ഉജ്ജ്വല മാതൃക സംഭവിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു അവിടെ നടന്ന മാറ്റം. ഈ ഗർഭഗൃഹത്തിലെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നടന്നത്. പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ കണ്ടിരുന്നു ഫസ്റ്റ് ഫ്ലോറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, രാമദർബാർ, അതായത് രാമനും സീതയും ലക്ഷ്മണനും ഒക്കെ ചേരുന്ന, ഹനുമാൻ സ്വാമികളും ഒക്കെ ചേരുന്ന ആ ദർബാറിൻ്റെ രാജസഭയുടെ ക്ഷേത്രം, ആ നിർമ്മാണവും പൂർത്തിയായി. പറഞ്ഞ സമയത്തിന് മുമ്പേ അത് പൂർത്തിയായി. ഇതിനോടൊപ്പമാണ് 7 മന്ദിരങ്ങളുടെ 7 ക്ഷേത്രങ്ങളുടെ നിർമ്മാണം അതിനോടൊപ്പം നടന്നത്. ഇതിനോടൊപ്പമാണ് അന്നപൂർണ ക്ഷേത്രം, അതിൻ്റെയും നിർമ്മാണം പൂർത്തിയായി. കൃത്യമായൊരു ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മുന്നേറുമ്പോൾ മനസ്സിലേക്ക് വീണ്ടും വേദനയോടെ ഓർമ്മ വരികയാണ് ഇത്തവണത്തെ നമ്മുടെ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആദ്യ ദിവസം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. എന്തൊക്കെയാണ് ഒരു നാട്ടിൽ ചെയ്യേണ്ടത് എന്നതിൻ്റെ ഉദാഹരണം നമ്മുടെ മുമ്പിൽ അയോധ്യയിലൂടെ പ്രദർശിതമായപ്പോൾ, ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും സമർപ്പിത ബുദ്ധിയോടെ താഴെ മുതൽ മുകൾ വരെയുള്ളവർ പ്രവർത്തിക്കുമ്പോൾ എന്തു സംഭവിക്കും എന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണം കൂടിയാണ് അയോധ്യ എന്ന് ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്.